Hi students, Design of Machine Elements ഓണിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയറും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫസ്റ്റ് തിയറി മാക്സിമം നോർമൽ സ്ട്രെസ് തിയറിയുമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ലെക്ചറിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ സെക്കൻഡ് തിയറി ഈസ് മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി. സോ റീക്യാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു മെഷീൻ കമ്പോണൻറ്റിനെ ബൈആക്സിയൽ അല്ലെങ്കിൽ ട്രൈആക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് വിധേയമാക്കുകയാണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം നോർമൽ സ്ട്രെസ്സ് അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ്സിനെയോ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെയോ എക്സീഡ് ചെയ്യുവാണെങ്കിൽ മെറ്റീരിയൽ ഫെയിൽ ആകും എന്നാണ് മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി പറഞ്ഞത്. സോ സിമിലർലി മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി എന്ന് പറയുമ്പം ഇപ്പം നോർമൽ സ്ട്രെസ് മാറി എന്തായെന്നേ ഉള്ളൂ, നോർമൽ സ്ട്രെയിൻ ആയെന്നേ ഉള്ളൂ. ഇതിൻ്റെ മറ്റൊരു പേരാണ് സെയിന്റ്-വെനൻസ് തിയറി. മാക്സിമം നോർമൽ സ്ട്രെസ് തിയറിയുടെ മറ്റൊരു പേരാണ് റാങ്കൈൻസ് തിയറി. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി the failure of a machine component will occur when the maximum normal strain, that is principal strain developed in the machine components reaches or exceeds the strain due to yielding condition അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിലെ മാക്സിമം നോർമൽ സ്ട്രെയിനിനെ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എക്സീഡ് ചെയ്യുകയാണെങ്കിലാണ് എന്ത് ഫെയിൽ ആകുന്നത്, മെഷീൻ കമ്പോണൻറ്റ് ഫെയിൽ ആകുന്നത് എന്നാണ് മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം മാക്സിമം നോർമൽ സ്ട്രെയിൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ സിഗ്മ വെച്ചിട്ടാണെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെയിനെ നമ്മൾ എപ്സിലോൺ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ്. സോ ഇഫ് എപ്സിലോൺ that is the maximum normal strain exceeds the yield strength strain or ultimate strength strain, then the failure will occur. So if this condition occurs, failure will occur. സോ അപ്പോൾ നമുക്കറിയാം എപ്സിലോൺ 1 എപ്സിലോൺ വൈയോട് ഈക്വലോ അതിൽ താഴെയോ ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, സേഫ് ആകത്തുള്ളൂ. പക്ഷേ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ലിമിറ്റിംഗ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഡിസൈൻ ചെയ്യത്തില്ല. പകരം നമ്മൾ പറയും ഫോർ സേഫ് ഡിസൈൻ the epsilon 1 value must be equal to the design strain value. സോ ഇനി എങ്ങനെയാണ് എപ്സിലോൺ 1 വാല്യൂ കണ്ടുപിടിക്കുന്നത്, എന്താണ് എപ്സിലോൺ ഇ വാല്യൂ എന്നൊക്കെ നമുക്കറിയണം. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ സിംപ്ലി പറഞ്ഞു എപ്സിലോൺ റെപ്രസെൻറ്റ്സ് ദി സ്ട്രെയിൻ വാല്യൂ. സോ എപ്സിലോൺ ഇ മീൻസ് ഡിസൈൻ സ്ട്രെയിൻ. നമുക്കറിയാം ഹുക്സ് ലോ അനുസരിച്ചിട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ. സോ ദാറ്റ് മീൻസ് ഡിസൈൻ സ്ട്രെസ് ഈസ് ഈക്വൽ ടു Young's modulus E into design strain. Therefore, epsilon E is nothing but sigma E divided by E. Then what is design stress? So design stress means design stress is nothing but yield strength by factor of safety for ductile materials or ultimate strength divided by factor of safety for brittle materials. So this is the case for design stress, and hence we can write epsilon E is nothing but sigma E by E, where sigma E is sigma Y by N. I am considering a ductile material, so I can rewrite this equation as sigma Y divided by N into E, or sigma U divided by N into E. This is for ductile and this is for brittle conditions. So whatever may be, നമുക്ക് എന്താ ഈ ഡിസൈൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ഇനി നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു 3D സ്റ്റേറ്റ് അല്ലെങ്കിൽ ബൈആക്സിയൽ മീൻസ് 2D, ട്രൈആക്സിയൽ മീൻസ് 3D. ഈ കേസിൽ എങ്ങനെയാണ് നമുക്ക് നോർമൽ സ്ട്രെയിൻ കണ്ടുപിടിക്കേണ്ടത് എന്നറിയണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്തായിരിക്കും, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് നമുക്ക് അവൈലബിൾ. ലാസ്റ്റ് ലെക്ചറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 3D കേസിൽ എങ്ങനെയാണ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2D ആണെങ്കിൽ നമുക്ക് സിഗ്മ 1, സിഗ്മ 2ൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എന്ത് ചെയ്യും സിഗ്മ 1 സിഗ്മ 2 കിട്ടും. അത് 2Dയുടെ കേസിൽ. രണ്ട് കേസും ലാസ്റ്റ് ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ ഈ 3. ഇപ്പം കൺസിഡറിങ് ദി 3D case, we have the value sigma 1, sigma 2 and sigma 3 such that sigma 1 greater than sigma 2 greater than sigma 3. സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾക്ക് സ്ട്രെയിൻ വാല്യൂയിലേക്ക് എത്താൻ പറ്റും? അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻസ് ME201 എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ പഠിക്കും. അത് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ എപ്സിലോൺ 1 ക്യാൻ ബി റിട്ടൺ ആസ് 1/E ടൈംസ് സിഗ്മ 1 മൈനസ് mu ടൈംസ് sigma 2 plus sigma 3. This is maximum normal strain. If we are considering epsilon 2, then we can write 1/E times sigma 2 minus mu times sigma 1 plus sigma 3, and sigma epsilon 3 will be 1/E times sigma 3 minus mu times sigma 1 plus sigma 2. So here we are considering the maximum normal strain, so we are bothered about epsilon 1 value only. So epsilon 1 value will be this one. So this equation, for safe design, the value can be written as 1/E times sigma 1 minus mu times sigma 2 plus sigma 3, which is equal to epsilon E. Epsilon E is nothing but sigma E by E. So sigma E divided by E. So cancelling 1/E, 1/E. So the equation becomes sigma E is equal to sigma 1 minus mu times sigma 2 plus sigma 3 for the 3-dimensional case, and for 2D the sigma 3 value will be 0. So hence the equation becomes sigma E will be equal to sigma 1 minus mu times sigma 2. This is the equation for safe design, and it is for 2D case. It is written in the data book, equation 2.8b. Equation 2.8b, പേജ് നമ്പർ 22. സോ ഈ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തിയറി ജനറലി നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സാമിന് നമ്മൾക്ക് ഒന്നും സ്ട്രെസ് ചെയ്തിട്ടില്ലെങ്കിൽ വേരിയസ് തിയറീസ് ഓഫ് ഫെയിലിയർ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 തിയറിയും യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. അപ്പം ഏത് ഇക്വേഷൻ ആയാലും ഞാൻ പറഞ്ഞു, നമ്മൾ ഫൈനൽ ഫോം എന്ന് പറയുന്നത് ഈ നോർമൽ മാക്സിമം നോർമൽ സ്ട്രെസ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂയിലേക്കാണ് എത്തുന്നത്. സോ സിഗ്മ ഇ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. സോ ഇതാണ് നോർമൽ സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ പോലെ റീജിയൻ ഓഫ് സേഫ്റ്റി എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒരു റോംബസ് ആയിരിക്കും കിട്ടുന്നത്. ഒരു റോംബസ് ഷേപ്പ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ ഓർക്കുക, ഇതിൻ്റെ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു റോംബസ് ആയിരിക്കും കിട്ടുന്നത്. മോറോവർ ദിസ് തിയറി ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. ഇതാണ് മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറിയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. സോ next we are going to discuss the third theory, that is the maximum shear stress theory. So next one is maximum shear stress theory. Third theory is maximum shear stress theory. Maximum shear stress theory. Maximum shear stress theory or gust theory. Or gust theory. സോ ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ തിയറി പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ്സിനെ പറ്റിയാണ്. സോ അപ്പോൾ നമുക്കറിയാം, ഒരു മെഷീൻ കമ്പോണൻ്റ് ബൈആക്സിയൽ ഓർ ട്രൈആക്സിയൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് വിധേയമാകുകയാണെങ്കിൽ ആ മെഷീൻ കമ്പോണൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്സ് അതിൻ്റെ ഈൽഡിങ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഇൻഷിയറിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഫെയിൽ ചെയ്യും എന്നാണ് ഇത് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഡയറക്റ്റായിട്ട് കിട്ടും. സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ ഇപ്പം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ച് വെയിറ്റേജ് കൊടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് റെഫർ ചെയ്ത് നോക്കുക. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, സോ വി ക്യാൻ റൈറ്റ് tau max, if tau max is greater than the tau y value or ultimate strength, yield strength in shear or the ultimate strength in shear, then the failure of the component may occur. That's what the maximum shear stress theory states. So
നമുക്കൊരു 2 ഡയമെൻഷണൽ കേസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 2D കേസിൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ അറിയാം. ഇക്വേഷൻ 1 നമ്മൾ തൊട്ട് മുന്നിലത്തെ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ടായിരുന്നു. ഇക്വേഷൻ 1.8 നോക്കുകയാണെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 5 നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ 2 ഡയമെൻഷണൽ കേസ് ഫോർ 2D കേസ് the Tomax maximum shear stress value is sigma 1 minus sigma 2 divided by 2, equation 1.8d, page number 5. സോ അപ്പം നമുക്ക് 2D കേസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സോ 2D കേസിൽ നിന്ന് നമുക്ക് 3 ഡയമെൻഷനിലെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ തിയറി വെച്ചുകൊണ്ട് എങ്ങനെയാണ് സേഫസ്റ്റ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അപ്പോൾ സേഫ് ഡിസൈൻ ആകണമെങ്കിലുള്ള കണ്ടീഷൻ അപ്പോൾ എന്തായിരിക്കും? ടോമാക്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഡിസൈൻ ഷിയർ സ്ട്രെസ്. സോ ഡിസൈൻ ഷിയർ സ്ട്രെസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്കറിയാം ടോമാക്സ് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ആണ്, ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ യൂണിയാക്സിയൽ കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് ഇഫ് സിഗ്മ 2 ഈസ് ഈക്വൽ ടു 0 അങ്ങനെ ഒരു കണ്ടീഷൻ നോക്കാം. ദാറ്റ് മീൻസ് യൂണിയാക്സിയൽ. നമുക്ക് ടെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിയാക്സിയൽ അല്ലേ? അപ്പോൾ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ 1 എന്ന് പറയുന്ന ഒരു ഡയറക്ഷന് മാത്രം ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ സിഗ്മ 1 മാത്രമേ എക്സിസ്റ്റ് ചെയ്യും. സിഗ്മ 2 എന്ന് പറയുന്നത് എന്തായി പോകും? 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ടോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ/2 എന്ന് എഴുതാം. അപ്പം ഈൽഡ് ടെൻഷൻ ടെസ്റ്റിനകത്ത് ഇമ്പോർട്ടൻസ് എന്താണ്? ഈൽഡ് വാല്യൂ ആണ്. സോ ടോ വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെയാണ്? ടോ വൈ. സോ ദെയർഫോർ ടോ വൈ ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ദ yield strength in shear. So always remember the yield strength in shear is nothing but 0.5, that is 1/2 times sigma y by 2 or 0.5 times sigma. Remember that. So ഇതാണ് നമുക്ക് എന്തെന്ന് പറയുക yield strength in shear എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസൈൻ ഷിയർ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസൈൻ ഷിയർ സ്ട്രെസ് വിൽ ബി yield strength in shear divided by factor of safety. So yield strength in shear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? yield strength in shear means tau y means sigma y divided by 2. So this becomes sigma y divided by 2n. This is the condition, that is Tomax must be equal to sigma y divided by 2n. ഇതാണ് കണ്ടീഷൻ. ഇപ്പോൾ 2D കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്കിപ്പോൾ എഴുതാൻ പറ്റും Tomax is nothing but sigma 1 minus sigma 2/2. So that is sigma 1 minus sigma 2/2 must be equal to sigma y divided by 2n. 2 get cancelled. Sigma y by n is nothing but the design stress sigma e. So sigma e can be written as sigma 1 minus sigma 2. This is the maximum shear stress theory. The safe condition using maximum shear stress theory. This equation is equation 2.8c, page number 22. Remember this is for 2D case. 3D case ആണെങ്കിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3D കേസ് വരുമ്പോഴത്തേക്കിനും നമുക്ക് 3 വാല്യൂസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വാല്യൂസ് ആണുള്ളത്. സോ ഈ ഒരു ഇക്വേഷന് പകരം നമുക്കപ്പം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അപ്പം ഞാൻ സിഗ്മ 1 ഗ്രേറ്റർ ദാൻ സിഗ്മ 2 ഗ്രേറ്റർ ദാൻ സിഗ്മ 3 എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ഡിഫറൻസിൻ്റെ ഹാഫാണ് എടുക്കുന്നത്. അപ്പം മാക്സിമം വാല്യൂ വരാൻ ചാൻസ് ഉള്ളത് 1 മാക്സിമം 3 മിനിമം ആണെങ്കിൽ 3D കേസിൽ അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നത് ഫോർ 3D കേസ് നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 കണ്ടുപിടിക്കുക, സിഗ്മ 2 മൈനസ് സിഗ്മ 3/2 കണ്ടുപിടിക്കുക, സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 കണ്ടുപിടിക്കുക. ഈ മൂന്നിലെയും മാക്സിമം വാല്യൂ എടുക്കുക, അതിനെ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? ഈ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതാണ് നോർമൽ ചെയ്യുന്നത്. അപ്പം ഞാൻ 1 ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ആണെങ്കിൽ 1ഉം 3ഉം 1 is the larger value and 3 is the minimum value. So I can write for 3D case sigma 1 minus sigma 3 divided by 2 is equal to sigma y divided by 2n. That means sigma 1 minus sigma 3 will be equal to sigma e.
This is the condition for 3 decays. So this is all about the maximum shear stress theory. ബാക്കി 2 തിയറി നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.